ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് എത്രയാണ്? 65. 65 ദിവസമായി. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു, സൺഡേ എപ്പിസോഡ്. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പം മദേഴ്സ് ഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നത്തെ. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലും ആ ഒരു മദേഴ്സ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ സംസാരിച്ചത്. അതായത് ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം അമ്മമാർ കണ്ടസ്റ്റൻസിന് വിഷസ് അറിയിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഒരു കത്തെഴുതുക, അമ്മയ്ക്കൊരു കത്തെഴുതുക എന്നുള്ളതാണ്. അതെല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും അമ്മമാർ വന്ന് വിഷ് ചെയ്തു. ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എല്ലാ സ്പെഷ്യൽ ഡേയ്സും ആഘോഷിക്കാറുണ്ട് ബിഗ് ബോസ്. എല്ലാ വർഷവും ആഘോഷിക്കാനുള്ളതാണ്. ഈ വർഷവും അത് ആഘോഷിച്ചു. എന്തായാലും അതായിരുന്നു ഇന്ന് ഒരു 3/4 മണിക്കൂറോളം. അതായത് ഓരോ കണ്ടസ്റ്റൻസും അമ്മമാർ വിഷ് ചെയ്യുന്നു, അവരുടെ കത്ത് വായിക്കുന്നു, അതങ്ങനെ അങ്ങനെ പോകുന്നു. അതിനുശേഷം ആ ഒരു ഗെയിം, ഒരു കിസ്സിങ് ഗെയിം, അതായത് ലിപ്സ്റ്റിക്ക് കൊണ്ട് ടീഷർട്ടിൽ കിസ് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ കിസ് ചെയ്യുന്നവർക്ക് സമ്മാനം, ഏത് ടീമാണോ അവർക്ക് സമ്മാനം, അങ്ങനെ ഒരു ഗെയിം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് സുപ്രധാനമായ ഒരു തീരുമാനം ബിഗ് ബോസ് എടുത്തു. അതായത് മാറ്റിപ്പിടിച്ച പവർ ടീം അല്ലെങ്കിൽ പവർ റൂം ഇനിയില്ല, പവർ റൂം ക്യാൻസൽ ചെയ്തു. വളരെ നല്ല തീരുമാനമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സത്യം പറഞ്ഞാൽ പവർ ഹൗസ് കൊണ്ടല്ല, പവർ റൂം കൊണ്ട് പിടിച്ചു നിന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്ന് എവിക്റ്റായ ശ്രീരേഖ ഉൾപ്പെടെ, റസ്മിൻ, അതേപോലെ തന്നെ ഗബ്രിയൊക്കെ ആ ഒരു പവർ റൂമിനകത്തായിരുന്നു ആദ്യം തൊട്ടേ. എനിക്കൊന്ന് റസ്മിനും ശ്രീരേഖയും 4 തവണ അതിനകത്ത് കയറിയിട്ടുണ്ട്. 4 ആഴ്ച രക്ഷപ്പെട്ടല്ലോ, 10-20 ദിവസം അതിനകത്തിരുന്ന് പോയി. അതുകൊണ്ട് തന്നെ അതുമല്ല, പവർ ടീമിനെ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഉള്ള ഒരു ക്യാപ്റ്റൻ്റെ വില പോലും അവിടെ ക്യാപ്റ്റന് കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ഇത് കാണുന്ന വ്യൂവേഴ്സിനും ഇത് എടുത്ത് കളയണം എന്നായിരുന്നു. അതുമാത്രമല്ല, 10ാമത്തെ ആഴ്ചയായി. ഇനിയിപ്പം ഇങ്ങനെ ഒരു 4-5 പേരെ എവിക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നു, നോമിനേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എല്ലാവരും നോമിനേഷൻ, അതായത് ക്യാപ്റ്റൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല പവർ ടീമിൽ, അല്ലെങ്കിൽ പവർ റൂമിൽ ഇനി ആർക്ക് വേണമെങ്കിലും കയറാം. അത് പീപ്പിൾ റൂം എന്നുള്ള പേരിൽ അറിയപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വീക്കിലെ പവർ റൂമിൽ വന്ന 3 പേര്, അതായത് ജിൻഡോ, ശ്രീതു, അതുപോലെ അർജുൻ, അവർക്ക് ഓരോ ലഡു കൊടുത്ത് ഒഴിവാക്കി. പാവം പിടിച്ച ആ പിള്ളേർ കഷ്ടപ്പെട്ട് കയറിയതാണ്. എന്തായാലും പവർ റൂം കൊണ്ടൊരു ഉപകാരമൊന്നുമില്ലായിരുന്നു. ഇനി കളി മാറണം. അതായത് ഇത്രയും നാൾ ടീമുണ്ട്, പവർ റൂമിൽ നിന്നൊരു ടീമില്ല. ഇനിയിപ്പോൾ ടീമുകളെല്ലാം, ഇനിയിപ്പോൾ ടീമിന് വേണ്ടിയുള്ള മത്സരങ്ങളൊന്നും കാണില്ല. ഇനിയെല്ലാം ഇൻഡിവിജ്വൽ മത്സരങ്ങളാവാനുള്ള ചാൻസ്. അതായത് പവർ റൂമില്ലല്ലോ, അപ്പം ഇനി അങ്ങനെ ഒരു മത്സരം കാണാം. ഇനി ക്യാപ്റ്റൻസി, അതേപോലെ തന്നെ വീക്കിലി ടാസ്ക്. നല്ല തീരുമാനം. ബിഗ് ബോസ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ്. അതേപോലെ തന്നെ ഇന്ന് പുറത്തായത് ശ്രീരേഖയാണ്. ശ്രീരേഖ ഈ 65 ദിവസം അവിടെ പിടിച്ചിരുന്നത്, അതിൽ 10-30 ദിവസത്തോളം ആ ഒരു പവർ റൂമിൽ കയറി പിടിച്ചിരുന്നു. അല്ലാണ്ട് പിന്നെ അത് നോമിനേഷനിൽ വരാതെ പിടിച്ചിരുന്നു. നോമിനേഷനിൽ വന്നാൽ ഇതൊക്കെ പുറത്താകും. ഇനി റസ്മിന് ഈ 2 യെല്ലോ കാർഡൊക്കെ കിട്ടി പോകുന്നുണ്ട്. 2 വീക്ക് ഡയറക്റ്റ് നോമിനേഷനാണ്. അപ്പം അതോടെ റസ്മിൻ പുറത്താവാനുള്ള ചാൻസും ഉണ്ടാവും. ഇന്ന് അല്ലാതെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളില്ലാത്തൊരു ദിവസം. മദേഴ്സ് ഡേ എടുത്ത് കഴിഞ്ഞു, ഇത് പവർ ടീമിൻ്റെ സാധനം പറയുന്നു, പിന്നെ നേരെ എവിക്ഷനിലോട്ട് പോകുമായിരുന്നു. എവിക്ഷനും ഒരു ഗെയിം, അതായത് ഒരു പസിൽ എല്ലാം, അതായത് എവിക്ഷനിൽ വന്ന, നോമിനേഷനിൽ വന്ന ആളുകളെല്ലാം അവർ ഒരു പസിൽ കൊടുക്കുന്നു. അതിൽ പസിൽ കംപ്ലീറ്റ് ആവാത്തവരാണോ അയാൾ പുറത്താകുന്നു. ശ്രീരേഖ ഒബ്വിയസ്ലി, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ശ്രീരേഖ ആയിരിക്കും പുറത്താകുന്നതെന്ന്. എന്തായാലും ശ്രീരേഖ പോയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ശ്രീരേഖ എന്ത് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാൾ. ആക്ടിങ് എന്നുള്ളൊരു സാധനം വരുമ്പോൾ ശ്രീരേഖ തകർക്കും. അത് എനിക്കും സെയിം ഒപ്പീനിയൻ തന്നെയാണ്. പക്ഷേ ഒരു നല്ല ടാസ്ക്, ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ശ്രീരേഖയ്ക്ക് പറ്റില്ല, ശ്രീരേഖയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ശ്രീരേഖയ്ക്കും അറിയാം, നമുക്കും അറിയാം. അപ്പം പിന്നെ വെറുതെ അങ്ങനെ ഒരാൾ ഇനി അവിടെ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇനി ഇതേപോലുള്ള വീക്ക് കണ്ടസ്റ്റൻസിനെയൊക്കെ, ഇപ്പം റസ്മിന് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ എങ്ങനെ ഒരിടത്ത് പെരുമാറണം എന്നറിയാത്ത ഇങ്ങനൊരു ഇത് കോമണർ. സത്യം പറഞ്ഞാൽ റസ്മിൻ കോമണറല്ല. റസ്മിനെ പല ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല ഷോസും, അതായത് ഫ്ലവേഴ്സിൻ്റെ ഏതൊരു ഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് ഞാൻ റീസെൻ്റ്ലി യൂട്യൂബിലാണ് കാണുന്നത്. അപ്പോൾ അത് കോമണറൊന്നും അല്ല റസ്മിൻ എന്ന് പറയുന്നത്. റസ്മിനെയൊക്കെ പുറത്താക്കേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ അപ്സര കുഴപ്പമില്ല, അപ്സര നന്നായിട്ട് കളിക്കുന്നുണ്ട്. കപ്പ് ജിൻഡോയ്ക്കാണെന്നൊരു ഏകദേശ ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ജിൻഡോ അല്ലാതെ വേറെ ആരാണ് ഒരു കപ്പ് കിട്ടാനായിട്ട്
അത്രയും പവർഫുള്ളായിട്ടുള്ള ആരുമില്ല. ഉള്ളതിൽ ജിൻഡോയ്ക്ക് കിട്ടട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മേ ബി ടാസ്ക് നല്ലത് വരും, നല്ല ഗെയിമുകൾ വരും. ഇനിയിപ്പം പവർ റൂമില്ലാത്തതുകൊണ്ട് കളി മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. എന്നാലും കളി മാറട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.